SSLC പരീക്ഷ എഴുതാൻ വെള്ളമടിച്ച ഒരു കുട്ടി ക്ലാസ്സിലെത്തി. പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ പരീക്ഷാ ഹാളിലെ ഒരു കുട്ടി വന്നിരുന്നു. പരീക്ഷ എഴുതാൻ തുടങ്ങി. ആ സമയത്ത് സാറിന് ആ കുട്ടിയുടെ മുഖം നോക്കിയപ്പം അല്പം അരുതാഴിക പോലെ എന്തോ ഉണ്ട് മുഖത്ത്. അതുതന്നെയല്ല, അയാളുടെ മുടിയും അയാളുടെ വേഷവിധാനത്തിലൊക്കെ ഒരു ഷാബി ലക്ഷണങ്ങൾ കണ്ടു. അദ്ദേഹത്തിന് സംശയമായി. അധ്യാപകൻ ഈ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചു. ബാഗിനുള്ളിൽ മദ്യക്കുപ്പി, ഒരു 10,000 രൂപ. മദ്യമടിക്കാനുള്ള പണം കയ്യിലുണ്ട്, മദ്യക്കുപ്പിയുണ്ട്, അല്പസ്വല്പം അടിച്ചിരിക്കുകയും ചെയ്യുന്നു. അധ്യാപകൻ ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് വെളിയിലിറക്കി മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ പരീക്ഷയ്ക്ക് ധൈര്യമില്ലാതെ വരുമ്പോൾ കുട്ടികൾ ഇപ്പം മദ്യപിക്കുന്നു, അല്ലെങ്കിൽ മദ്യപിച്ച് പോയി പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ അല്പം ഡ്രഗ്സ് അടിച്ചിട്ട് പോയി ഇരുന്ന് എഴുതുന്നു. ഇങ്ങനെയുള്ള നിലവാരത്തിലേക്ക് കുട്ടികൾ പോയി കഴിഞ്ഞിരിക്കുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കോഴഞ്ചേരിയിലെ ഒരു ടൗണിൽ തന്നെയുള്ള ഒരു സ്കൂളിലാണ് ഈ സംഭവം. ഏതായാലും കുട്ടിയുടെ മാതാപിതാക്കളെ വിളിപ്പിച്ച് കുട്ടിയെ ഏൽപ്പിച്ചു. ക്ലാസ്സിന് പുറത്തിറക്കിയ കുട്ടി വീട്ടുകാരെ വിവരം അറിയിച്ച് അവരോടൊപ്പം പോയി. മദ്യപിച്ച കുട്ടിയാണ്. മദ്യപിച്ച കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കാണാം വയനാട്ടിൽ ഉണ്ടായ സംഭവം. അവിടെ ഷഹബാസ് എന്നൊരു SLCക്കാരൻ അദ്ദേഹത്തിനെ മറ്റു കുട്ടികളെ അവർ കൊലപ്പെടുത്തി. നമുക്കറിയാം. ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ഇന്ന് അവിടെ നിന്ന് വിതുമ്പി. കാരണം അവൻ്റെ സീറ്റ് വേക്കൻ്റായിട്ട് അവിടെ കിടക്കുന്നു. കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മണ്ണോട് മണ്ണടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ആ അധ്യാപകരെ വേദനപ്പെടുത്തിയവരെ അവരെല്ലാം വിതുമ്പിയത്. അവൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ അവന് ആ ബെഞ്ചിൽ വന്നിരിക്കേണ്ടതായിരുന്നു. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവൻ്റെ നമ്പർ, അത് കാലിയായിട്ട് കിടക്കുന്നു. ഇന്ന് ചില സ്കൂളുകളിൽ ഇതുപോലെ ഹാൾ ടിക്കറ്റ് എടുക്കാൻ പല കുട്ടികളും മറന്നുപോയി. അവർക്കും പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ഏതായാലും പരീക്ഷ എഴുതിയവരെ തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കളൊന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് പല സ്കൂളുകാരും പറഞ്ഞു. കാരണം പരീക്ഷയുടെ അവസാന ദിവസമാണ്. അടി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിലെ പല കോളേജുകളിലും അല്ലെങ്കിൽ +2 കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈര്യം തീർക്കുന്നത് അവസാന ദിവസമാണ്. അതുകൊണ്ട് പല സ്കൂളുകളും മുൻകൂട്ടി പേരൻസിനെ അറിയിച്ച് അവർ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വരണം, കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകണം, അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കരുതൽ ചില +2കാരും ചില സ്കൂൾ അധികൃതരും ശ്രമിച്ചത്. പല സ്കൂളിലും +2 കോളേജിലൊക്കെ അടി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കൊലപാതകം ചെയ്ത കുട്ടിക്ക് പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തു. അവർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷനും കൊടുത്തു. പക്ഷേ ആൾ ടിക്കറ്റ് മറന്നുപോയ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അവരെ വീട്ടുകാരെ അറിയിച്ച് ആൾ ടിക്കറ്റ് കൊണ്ടുവരിക, അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കണമായിരുന്നു ആ കുട്ടിയെ. കാരണം അവർക്കറിയാം കുട്ടിക്ക് ആൾ ടിക്കറ്റ് ഉണ്ട്, സ്കൂൾ അധികൃതർക്ക് അറിയാം അവിടെ എഴുതാൻ വരും. അത് മറ്റാരെങ്കിലും വിട്ട് സ്കൂളിലെ അവരെ വീട്ടുകാരെ അറിയിച്ചിട്ട് ആൾ ടിക്കറ്റ് വീട്ടുകാർ കൊണ്ടുവരുന്നതിനുള്ള സൗകര്യം ചെയ്ത് അധ്യാപകരെ കൊടുക്കണമായിരുന്നു. അത് നടന്നില്ല. ഇത് നമുക്കറിയാം. ഇപ്പം കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെ അവിടുത്തെ അധ്യാപകരും ആ ഷഹബാസിൻ്റെ പേരൻസും ഇന്ന് പരീക്ഷയുടെ അവസാന ദിവസമാണ്. അവരെല്ലാം ദുഃഖാർത്ഥമായ മുഖവും വിതുമ്പുന്ന മുഖവുമൊക്കെ നമുക്ക് കാണാം. കുട്ടികളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, വളരെയധികം വൈകാരികമായ പ്രശ്നങ്ങൾ കുടുംബക്കാർക്കും അധ്യാപകർക്കൊക്കെ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതേസമയത്ത് ഇന്നത്തെ ഒരു പ്രത്യേകത, ഒരു കുട്ടി മദ്യപിച്ചു വന്ന് പരീക്ഷ എഴുതി എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണോ, പരീക്ഷയ്ക്ക് ഭയമായതുകൊണ്ടാണോ അല്പം മദ്യം കഴിക്കുന്നത്? അങ്ങനെ മദ്യം കഴിക്കുന്നൊരു സ്വഭാവം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ നേരത്തെ? അത് സ്കൂൾ അധികൃതർക്കോ മാതാപിതാക്കൾക്കോ അറിയാം. അത് തന്നെയല്ല, ഇവൻ്റെ കയ്യിൽ 10,000 രൂപ എങ്ങനെ വന്നു, ആര് കൊടുത്തു? അതോ അപ്പനും അമ്മയൊക്കെ വിദേശത്തുള്ളവരാണോ? ഒന്നും നമുക്കറിയില്ല. കോഴഞ്ചേരിയിലുണ്ടായ ഈ സംഭവം, കാരണം കോഴഞ്ചേരിയും പരിസരങ്ങളൊക്കെ ധാരാളം ആൾക്കാർ വിദേശത്താണ്. അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ നാട്ടിലുണ്ട്.
എന്തായാലും ആ കുട്ടിയുടെ ബാഗിനകത്ത് മദ്യക്കുപ്പി കണ്ടിരിക്കുന്നു. അത് മാത്രമല്ല 10,000 രൂപയും കണ്ടിരിക്കുന്നു. അമിതമായി കുട്ടികളെ ലാളിച്ച് അവർക്ക് പണം കൊടുക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ അവരുടെ കയ്യിൽ തന്നെ പണം കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല. കുട്ടികൾക്ക് പണക്കാരായാലും ശരി, എത്ര പണമുള്ളവരായാലും ശരി, അവർക്ക് മിതമായ ചിലവിനുള്ള പണം മാത്രമേ കൊടുക്കാവുള്ളൂ. അത് മാതാപിതാക്കൾ അറിഞ്ഞു മാത്രമേ അങ്ങനെയുള്ള 18 വയസ്സിനകത്തുള്ള കുട്ടികളുടെ ചിലവ് കാര്യങ്ങൾ നിയന്ത്രിക്കണം. പണമുള്ളവർ ശരി, കുട്ടികൾ കൈവിട്ടു പോവും, വഴിവിട്ടു പോവും. അതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പം പരീക്ഷ എഴുതാൻ വന്ന കുട്ടി, അവിടെ ലിക്കർ അല്ലെങ്കിൽ ഒരു കുപ്പി മദ്യം അവൻ്റെ കയ്യിലിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആവശ്യത്തിന് പണം ഇരിക്കുന്നു. ഈ പരീക്ഷ എഴുതി പോയി കഴിഞ്ഞാൽ അവൻ മദ്യപിച്ച് തീർച്ചയായിട്ടും വീണ്ടും മദ്യപിക്കും. അതിനുള്ള പണം അവൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ്. കാരണം ആരെങ്കിലും പണം കൂടുതലുണ്ടെങ്കിൽ അവൻ്റെ പേരൻ്റൽ ലെവലിലുള്ള അല്ലെങ്കിൽ ബന്ധുക്കളെ ആരെങ്കിലും പണം ഏൽപ്പിച്ച് ആവശ്യത്തിന് അവരിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് സ്വന്തമായി ബാങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് പണം എടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കരുത്, നല്ലതല്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുമ്പോൾ 21 വയസ്സെങ്കിലും കഴിഞ്ഞിട്ട് ശേഷമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാവുള്ളൂ. അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇതുപോലെ ആവശ്യത്തിന് പണം അവർ ഇഷ്ടം പോലെ എടുക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും വഴിതെറ്റിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.